നഗരത്തിലെ മഞ്ഞും അതിനു മുമ്പുള്ള കാറ്റും നന്നായിട്ട് കൊണ്ട തേങ്ങയാണ് വിത്തിനെടുക്കുന്നത്. ആ സമയത്ത് തേങ്ങയ്ക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കും. ചേട്ടാ, ഈ തെങ്ങിന്റെ ഈ കൊലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിന്റെ മണ്ടക്കൊല ലെയറും പിടിച്ചിട്ടില്ല, അതിന്റെ മണ്ടയും പിടിച്ചിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെ പറ്റിയിരിക്കുന്നത്? ഇത് തെങ്ങ് ഒരു വർഷം 14-15 കൊല വിരിയും. 15 കൊല വിരിയണം. അപ്പം അങ്ങനെ വിരിയുവാണെങ്കിൽ ഒരു 24 ദിവസം കൂടുമ്പോൾ ഒരു കൊല വിരിയണം. അപ്പോഴേ ഈ 15 കൊല വിരിഞ്ഞാൽ 15 കൊലയിലും പിടിക്കേണ്ടതാണ്. അതിന് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ തെങ്ങ് പ്രകൃതി നിയമമാണ്, തെങ്ങാണേലും ഏത് മരങ്ങളാണേലും പറ്റാത്ത ചുമട് പൊഴിച്ചു കളയും. അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം. ഈ കൊല ഉണ്ടായത് അനുകൂലമായ സമയത്തുണ്ടായി വിരിഞ്ഞ നല്ല വളവും വെള്ളവും കാലാവസ്ഥ അനുകൂലമായിട്ട് കിട്ടിയ സമയത്ത് വിരിഞ്ഞ കൊലകളാണ് ഈ അടിക്കൊലകളായിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും. അതെ, ആ സമയത്ത് വിരിയുന്ന കൊലകൾ എപ്പോഴും നല്ലതായിരിക്കും ഏത് തോട്ടങ്ങളിലാണെങ്കിലും. അത് ആദ്യം മഴ കിട്ടി വിരിയുന്ന ചൊട്ട, പിന്നീട് ഒരു 15 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ വീണ്ടും മഴ കിട്ടി. അപ്പം മഴ കിട്ടുന്നു, നല്ല വെയിലടിയുണ്ട്, നല്ല മണ്ണിൽ അത്യാവശ്യം ജലാംശവും ജൈവാംശവും കിട്ടി. ആ വിരിയുന്ന ചൊട്ട നല്ല സമൃദ്ധമായിട്ട് തേങ്ങ നല്ലോണം പിടിക്കും. ആ 4-5 കൊലകൾ പിടിച്ചു കഴിയുമ്പോൾ 5 കൊലയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25-100 തേങ്ങയെങ്കിലും മിനിമം വരും, ചുരുങ്ങിയത് വരും. ഈ 100 തേങ്ങയ്ക്ക് ഒരു ഔട്ട്പുട്ട് തെങ്ങിന് കൊടുക്കണമെങ്കിൽ ഒരു 150-200 കിലോ വെയിറ്റ് പുറത്തേക്ക് പോകും. അത്രയും കൊടുക്കാനുള്ള കപ്പാസിറ്റി തെങ്ങിനുണ്ടെങ്കിൽ മാത്രമേ അതിനെ തന്നെ നിർത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും 24 ദിവസം കൂടുമ്പോൾ വീണ്ടും കൊലകൾ വിരിഞ്ഞുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും വലുതിനെ നിർത്തിയിട്ട് ചെറുതിനെ പൊഴിച്ചു കളയും. അതായത് ഇപ്പോൾ ഉണ്ടായ കൊച്ചിനെ കൊണ്ട് വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. നേരത്തെ പഴയ കൊച്ചുങ്ങളോട് അത്രയും നാളെ വളർത്തി ഉണ്ടാക്കിയതാണ്, അതിനെ കളയുകയല്ല, അതിനെ നിർത്തിയിട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന കൊച്ചുങ്ങളെ കളയും. അത് മനുഷ്യൻ്റെ ആണെങ്കിലും ഏത് പ്രകൃതിയുടെ നിയമം. അപ്പോൾ അതിനോട് അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത കുറവുള്ളത് കൊണ്ട് ആ തേങ്ങകൾ പൊഴിച്ചു കളയും. അതാണ് ഈ 4 കൊല, ഈ 5-6 കൊലകളിൽ വന്നിട്ടുള്ള വ്യത്യാസം. പ്രതികൂല കാലാവസ്ഥ മേൽ ലെയറിൽ ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ വിരിഞ്ഞ കൊലകൾ പിരിച്ചു. അത്യാവശ്യം ഈ കൊലകൾ പോയി കഴിഞ്ഞു തുടങ്ങി. ഇപ്പം ഈ കൊലയിൽ നിന്ന് വെട്ടി 25-28 തേങ്ങ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടു. അപ്പോൾ ഈ ഒരു 4 കൊലയിൽ നിന്ന് ഏതാണ്ട് ഒരു 100 കിലോനും തേങ്ങ മാറുക. ഇതിലേക്ക് കൊടുക്കാനുള്ള ഏതാണ്ട് എല്ലാം കഴിഞ്ഞു. ഇതും തേങ്ങ വിളഞ്ഞ് തന്നെ പൊഴിയാൻ തുടങ്ങി. ഇത് പൊഴിഞ്ഞ് പറിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി അതിന് കൊടുക്കണ്ട. അപ്പോൾ ഇനി അടുത്ത കൊലകളൊക്കെ നിൽക്കുന്നത് 4, 5, 10 മാക്സിമം ഉള്ളൂ. ഇതിന്റെ ഈ മണ്ടലേർ ഏത് സമയത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു, വേനൊക്കെ ഉണ്ടായിരിക്കുന്നു, അത് ഏത് സമയത്താണ് പൊഴിക്കുന്നത്? ഈ ഏപ്രിൽ മെയ് മാസത്തിൽ പുതുമഴ കിട്ടി, ഒരു 2-3-4 മഴ കിട്ടി, മണ്ണിനൊരു കുളിർമയായി കഴിഞ്ഞ് തെങ്ങിന് വരുന്ന കൊലകൾ നന്നായിട്ട് പിടിക്കും. ആ കൊലകൾ നല്ല കാലാവസ്ഥയിലാണ്, മഴക്കാലവും കടന്ന് തുലാമഴയും കഴിഞ്ഞ് നല്ലൊരു കാലാവസ്ഥയിലാണ് തേങ്ങ വിളഞ്ഞു വരുന്നത്. അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ആ ഉപയോഗിച്ച് വരുന്ന നല്ല കൊല തേങ്ങകളാണ് കുംഭമാസത്തിൽ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാസത്തിൽ അത് വിളവാകും. ഫെബ്രുവരി മാർച്ച് മാസത്തിൽ കുംഭമാസത്തിൽ വരുന്ന തേങ്ങയാണ് അതുകൊണ്ട് നമ്മൾ വിത്തിനെടുക്കുന്നത്. എല്ലാ അനുകൂല കാരണങ്ങളും ഉള്ളത് കൊണ്ട് ആ സമയത്തെ തേങ്ങ നല്ല തേങ്ങയായിരിക്കും, അത് വിത്തിനെടുക്കും. അതല്ലാതെ അതിന് മുമ്പ് ഉള്ള സമയങ്ങളിൽ വരുന്നത് വേനൽക്കാലത്ത് ഒരു മകരക്കാറ്റടിക്കാന്ന് പഴയ കാലത്ത് പറഞ്ഞുണ്ട്. മകരക്കാറ്റടിച്ച ഈ കുംഭമാസത്തിൽ വിത്തെടുക്കുന്നതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുലാമഴ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ടാകും. വേനൽ തുടങ്ങുന്നതിന് മുമ്പ് മുന്നോടിയായിട്ട് ഒരു കാറ്റടി ഉണ്ടാകും. അത് ആ കാറ്റടിക്കുന്നത് തെങ്ങിന് വളരെ അനുകൂലമായ ഒരു ഇളക്കം ഉണ്ടാകും. മറ്റു രോഗങ്ങളെല്ലാം മാറും. അങ്ങനെ തെങ്ങിന് ആ മേടക്കാറ്റ് വടിച്ച് ഈ മകരത്തിലെ മഞ്ഞും അതിനു മുമ്പുള്ള കാറ്റും നന്നായിട്ട് കൊണ്ട തേങ്ങയാണ് വിത്തിനെടുക്കുന്നത്. ആ സമയത്ത് തേങ്ങയ്ക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്ന തേങ്ങകൾ ഗുണം കുറഞ്ഞു വരുന്നു. അത് പിന്നീടുള്ള വേനൽക്കാലത്ത് കൊടും വേനലിലുള്ള തേങ്ങയായിരിക്കും. അതാണ് ഈ കർക്കിടക കൂലി, ചിങ്ങക്കൂലി, കഞ്ഞിക്കൂലി എന്നൊക്കെ പറയുന്ന ആ 3-4 മാസങ്ങളിലെ തേങ്ങകൾ വളരെ ചെറുതായിരിക്കും, എണ്ണം കുറവായിരിക്കും. അങ്ങനെ ആ തേങ്ങയ്ക്ക് ഒത്തിരി ചിലവ് പോലും കയറാൻ പ്രയാസമാണ്. അത്രയും ചെറിയ തേങ്ങയായിരിക്കും. വേനൽക്കാലത്ത് ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞാൽ പ്രതികൂല കാലാവസ്ഥയിൽ ഉണ്ടായ തേങ്ങകളാണ്. അത്രയും പിടിച്ചു കിട്ടിയത് അത് തന്നെ വലിയ ഭാഗ്യം. അല്ലെങ്കിൽ നമ്മൾ വെള്ളവും വളവും നന്നായിട്ട് വേനൽക്കാലത്തും കൊടുക്കുന്ന തെങ്ങിനാണെങ്കിൽ
അത് നമുക്ക് പിരിച്ചെടുക്കാൻ പറ്റും. ടോമേ, എന്തോ ഈ തെങ്ങേല് കൂരിക്ക തേങ്ങ എന്ന് പറയുന്നത് ഒരു പ്രയോഗമുണ്ട്. ഒരു പ്രയോഗമുണ്ട്. അത് പ്രയോഗമാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അതായത് അതുണ്ടാകുന്ന ഒരു 8 മാസം 9 മാസം മുമ്പ് അത് ഉണ്ടാകുന്ന സമയത്ത് നല്ല വേനലായിരിക്കും. ആ വേനലിൻ്റെ ടൈമിൽ ഉണ്ടായി അതിന് ശേഷിയില്ലാതെ വരുന്ന ടൈമിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഒരു വിധത്തിൽ ആ പ്രോസസ്സിങ് നടക്കണമല്ലോ. അല്ല, അതായത് ഈ ചെറിയ തേങ്ങയ്ക്കാണോ ഈ കൂരിക്കാന്ന് പറയുന്നത്? ചെറിയ മണ്ടരി പിടിച്ച എക്സാമ്പിൾ ഒരു മണ്ടരി ഇപ്പോഴാണ് ഈ മണ്ടരി ഉണ്ടാകുന്നത്. അല്ല, മണ്ടരി പിടിച്ച പോലെ ചെറിയ വലിപ്പം കുറഞ്ഞ തീരെ വലിപ്പം കുറഞ്ഞ തേങ്ങയ്ക്കാണ് കൂരിത്തേങ്ങ എന്ന് പറയുന്നത്. ഷാജിയേട്ടാ, ഈ സാധാരണ ഈ കൂരിത്തേങ്ങ ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്? നല്ല വേനൽക്കാലത്ത്. നല്ല വേനൽക്കാലത്താണ്. വേനൽക്കാലത്ത് വെള്ളവും നനയും ഇല്ലാതെ ഭയങ്കര വെയിലടിയിൽ ഒരു പ്രതികൂലത്തിൽ നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന വിരിയുന്ന കൊലകളിലാണ് ഈ തേങ്ങ ഉണ്ടാകുന്നത്. ഈ കൂരിക്ക തേങ്ങ ഉണ്ടാകുന്നത് ആ സമയത്ത് ഈ കൂരിക്ക തേങ്ങയായിട്ട് പ്രത്യേകത ഒന്നുമില്ല. ആ പ്രതികൂലത്തിൽ വളർന്നുകൊണ്ട് മാത്രം അത് ചെറുതായി പോകുന്നു. അതാണ് എണ്ണവും കുറവും വലിപ്പവും കുറഞ്ഞു വരുന്നത്. പ്രതികൂല കാലാവസ്ഥയിൽ അതിന് കിട്ടേണ്ട ഭക്ഷണമോ വെള്ളമോ കിട്ടാത്തത് കൊണ്ട്, കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ചെറുതായി പോകുന്നു. അതാണ് കൂരിക്ക തേങ്ങ ആകുന്നത്. ഈ ടോമേ, നമ്മുടെ സാധാരണ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ പേട്ട് തേങ്ങ അല്ലെങ്കിൽ കൂരിക്ക തേങ്ങ ഉണ്ടാകാറില്ല. അതെന്താ കാരണം? അതിന് 24 മണിക്കൂർ അവർ ചോട്ടിക്കട വെള്ളവും വേണ്ട പോലെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ ചെടികൾക്ക് നല്ല പരിചരണം ആവശ്യത്തിനുള്ള കാലാവസ്ഥ അല്ല, ചെടികൾക്ക് ആവശ്യത്തിനുള്ള അവർക്ക് വേണ്ട ഫുഡ് 24 മണിക്കൂറും പോകുന്ന നല്ല അവരുടെ ആവശ്യത്തിനുള്ള പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ ക്ലൈമറ്റിനെ മാത്രം, കേരളീയ ക്ലൈമറ്റിനെ മാത്രം ആശ്രയിക്കുന്നത് കൊണ്ടാണ് ഈ വകഭേദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. മലയാളികളെ സംബന്ധിച്ച് മൊത്തത്തിൽ അങ്ങോട്ട് കൊടുക്കാൻ പ്രയാസമാണ്, ഇങ്ങോട്ട് കിട്ടാനേ വേണ്ടു. സ്വാർത്ഥര എല്ലാ കാര്യങ്ങളും ചെടിയുടെ കാര്യങ്ങളിൽ അവർക്ക് ചോദിക്കാൻ പറ്റാത്ത കൊണ്ട് വളരെ സ്വാർത്ഥര. തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് തേങ്ങാക്കൊല വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. അവർ 40 പ്രാവശ്യം വളം കൊടുക്കുന്ന കർഷകരെ എനിക്കറിയാം തമിഴ്നാട്ടിൽ. 40 തവണ. കേരളത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. ഒരാളും കൊടുക്കുന്നില്ല. ഒരു തോട്ടങ്ങളിലും കൊടുക്കുന്നില്ല. ഒരു ഒറ്റത്തെങ്ങ് വീട്ടിലുള്ളവൻ പോലും അങ്ങനെ വളം കൊടുക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെ പ്രൊഡക്ഷൻ മാക്സിമം കിട്ടണമെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പശുവിന് തന്നെ നോക്കിയോ, സത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു നാടൻ പശുവിന് കഞ്ഞിവെള്ളം മാത്രം മതി. അതിന് 1 ലിറ്റർ പാലേ ഔട്ട്പുട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. അത് പാലിന് നല്ല ഡീസൻറ്റ് പാലായിരിക്കും. അതേ സ്ഥാനത്ത് ഒരു ജേഴ്സി പശുവിനെ, ഒരു HFന് 15 ലിറ്ററിൻ്റെ മുകളിലോട്ടുള്ള പ്രൊഡക്ഷനാണ്. 15 ഉച്ച കഴിഞ്ഞ് ഒരു 7, 15, 7, 22 ലിറ്റർ പാല് പുറത്തേക്ക് തള്ളണം. അപ്പോഴതിനെ ഈ പുല്ലും വൈക്കോലും മാത്രം കൊടുത്താൽ പോരാ. അതിന് നമ്മൾ കൈത്തീറ്റ എത്രയും കൊടുക്കുന്നു അത്രയും അതിനനുസരിച്ച് പാല് കൊടുക്കുന്നു. ഒരു ദിവസം 75,000 രൂപ കൊടുത്ത് മേടിച്ച പശുവാണ്. ഒരു ദിവസം ഞാൻ തീറ്റ തരുന്നില്ല, നിന്നെ 75,000-ന് മേടിച്ചെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം പാല് കിട്ടില്ല. അപ്പോൾ നമ്മൾ എത്രയാണെങ്കിലും ഇങ്ങോട്ട് കിട്ടേണ്ടതിന് അങ്ങോട്ട് കൊടുത്താലേ തരാൻ പറ്റുള്ളൂ. എന്നാലേ അവരുടെ മുതലുള്ളൂ. ഉള്ളതേ നല്ല എടുത്തു തരാൻ പറ്റും. അതാണ് അതിൻ്റെ സംവിധാനം. അത് മൃഗങ്ങൾക്കും കൃഷിയിലും എല്ലാം ബാധകമാണ്. ഒരു തെങ്ങ് 100 തേങ്ങ കായ്ക്കണമെങ്കിൽ 200 കിലോയെങ്കിലും അതിന് ഔട്ട്പുട്ട് കൊടുക്കണം. 200 കിലോയെങ്കിലും അതിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ആ തെങ്ങിന് അത്രയും പുറത്തേക്ക് പോകുമ്പോഴേ അതിന് വേണ്ട തീറ്റ അതിനനുസരിച്ച് കൊടുക്കുന്നില്ലെങ്കിൽ അതിന് കായ്ക്കാൻ പറ്റില്ല. കായ്ക്കാൻ പറ്റാതെ തന്നെയല്ല, തെങ്ങ് ശോഷിച്ച് കേരളത്തിലെ തെങ്ങുകൾ ശോഷിച്ച് ഗ്രഹണിയായി പോകുന്നതിന് കാരണം എല്ലാ കൃഷിയിലും അത് ബാധക. എല്ലാ കൃഷിയിലും അതെ, എല്ലാ സമയത്തും അത് പ്രൊഡക്ഷൻ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, 12 മാസമേ ഉള്ളൂ. 15-16 കൊല ഒരു തെങ്ങിന് വിരിയുന്നുണ്ട്. അതിൽ ഒരു 20 തേങ്ങ വെച്ചിട്ടൊന്ന് കണക്കൂട്ടി നോക്കി. 15 കൊലയിൽ 20 തേങ്ങ വെച്ചാണെങ്കിൽ 300 തേങ്ങയുടെ മേളിൽ വിരിയണം. ഇപ്പോഴത്തെ വിലയ്ക്കാണെങ്കിൽ എത്ര രൂപയുടെ തേങ്ങ നമുക്ക് കിട്ടി? 300 തേങ്ങ എന്ന് പറഞ്ഞാൽ 150 കിലോ ഉണ്ട്. 150 കിലോ എന്ന് പറഞ്ഞാൽ 50 രൂപ വെച്ച് കൂട്ട്. 15, 5, 75, 7,500 രൂപയുടെ തേങ്ങ വിറ്റു. 7,500 രൂപയുടെ തേങ്ങ നമ്മൾ വിൽക്കുമ്പോൾ ഒരു 1000 രൂപയെങ്കിലും അതിന് കൊടുക്കണ്ടേ? 1000 രൂപ കൊടുക്കണമെങ്കിൽ എത്ര വളം കൊടുക്കാം? എത്ര തവണ കൊടുക്കാം? എത്ര വളം കൊടുക്കാം? നമ്മൾ 100 രൂപ പോലും കൊടുക്കാറില്ല. 100 രൂപ പോലും കൊടുക്കാറില്ല. സാധാരണ എപ്പോഴേലും പൂജിച്ച് ഇങ്ങനെ ഒരു ഇത് വിടുന്ന മാതിരി ഒരിച്ചിരി വളം മാറി ഇടും. അത് ഒരു ആണ്ടുവട്ടം ഒന്നിട്ട് കഴിഞ്ഞാൽ തീർന്നു. ഒന്നിട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ കൊലയിലേ കിട്ടുള്ളൂ. പിന്നെ അവന് കൊടുക്കാൻ മതലില്ല, അതുപോലെ പരിചരണമില്ല. അപ്പം നമ്മൾ എല്ലാ മാസവും ഔട്ട്പുട്ട് കൊടുക്കുന്ന ഒരു ചെടിക്ക് എല്ലാ മാസവും ഭക്ഷണം കൊടുത്തിരിക്കണം. ആ കൊടുക്കുന്നതൊക്കെ അത് പിടിച്ചെടുക്കാൻ പറ്റും. നമ്മളൊരു ഒന്നിച്ചൊരു കൂടുതൽ വളം കൊടുത്തു അത് ഒന്നിച്ചൊരൊറ്റ ആക്രാന്തത്തിൽ പട്ടിണി കിടന്നോ വലിച്ചു തിന്നു. എന്നിട്ട് അവൻ പുറകോട്ട് മലക്കുകയുള്ളൂ. പട്ടിണി കിടക്കുന്നവനും ബിരിയാണി കൊടുത്തു കഴിഞ്ഞാൽ അവൻ തിന്നും, ആക്രാന്തത്തിൽ തിന്നും. പക്ഷെ അവനെ ശ്വാസം കിട്ടാതെ അവൻ പുറകോട്ട് മലന്ന് വീഴുകയുള്ളൂ. അതിനെ താങ്ങാനുള്ള കപ്പാസിറ്റി അവനില്ല.
പണ്ടുള്ള കർഷകർ കൃത്യമായിട്ട് ഇതിന് ചോടിളക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. പണ്ടുള്ള മണ്ണിലെല്ലാം ജൈവാംശങ്ങളും വളാംശങ്ങളും കൂടുതലുണ്ടായിരുന്നു. മണ്ണിനെ കണ്ടമാനം ഊറ്റിയെടുത്തില്ല, ജോലി ചെയ്തില്ല, നശിപ്പിച്ചില്ല. രാസവളങ്ങളുടെ പ്രയോഗം കുറവായിരുന്നു. ജൈവവളങ്ങളും ജൈവ സമ്പത്തും കൂടുതലുണ്ടായിരുന്നു. ഒരു തെങ്ങിന് 10 കിലോ ഒരു 10 കെട്ട് ചവറ് വേണമെങ്കിൽ ഇടാനുള്ള ചവറുണ്ടായിരുന്നു, വെട്ടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, ഇടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അന്ന് പണിക്കാർ തൊഴിലാളികൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇതൊന്നും ഇന്നത്തെ കാലത്തില്ല. അതിലുപരിയായിട്ട് ജൈവവളങ്ങളാണ് കൂടുതലായിട്ട് തെങ്ങ് ആശ്രയിക്കുന്നത് രാസവളങ്ങളെക്കാളും. ഈ രാസവളത്തിൻ്റെ അമിതപ്രയോഗം കയറാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് രോഗകീടങ്ങൾ മണ്ടരി വന്നിരിക്കുന്ന ചെന്നീരൂലിപ്പോൾ. ഇതൊന്നും ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ഒന്നും പകമായിട്ട് കേട്ടിട്ട് പോലില്ലായിരുന്നു. ഒരു 20 വർഷമായിട്ടേ ഉള്ളൂ. രാസവളം എന്ന മണ്ണിൽ യൂറിയ എന്ന് ആരംഭിച്ചിരിക്കുന്നോ, കൃഷിയിൽ എന്ന് ആരംഭിച്ചോ അന്ന് തൊട്ടാണ് തെങ്ങിനും ഇപ്പോൾ കവുങ്ങിനും വന്നിരിക്കുന്ന അമിതമായ പ്രയോഗങ്ങൾ വന്നിരിക്കുന്നതാണ് ഈ ചെന്നീരൊലിപ്പ്, കാറ്റ് വീഴ്ച, ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇതുകൊണ്ട് വന്നിരിക്കുന്നത്. അമിതമായ പ്രയോഗം തന്നെയല്ല, അമിതമായ പ്രയോഗം ഒറ്റ തവണയായിട്ട് നമ്മൾ 1 കിലോ വളം കൊടുക്കും, നമുക്കത് ഗുണത്തിലേക്ക് വരില്ല. ബാക്കി അത് ആ മണ്ണിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. തെങ്ങെടുക്കാവുന്ന എടുത്ത് തിന്ന് ബാക്കിയുള്ളത് മണ്ണിൽ ലയിച്ച് നശിച്ചു പോവുക. മണ്ണ് പരിശോധിച്ച് അതിനാവശ്യമുള്ള വളങ്ങൾ മാത്രം കൊടുത്തല്ലേ കൃഷി ചെയ്യണ്ടേ? മണ്ണ് പരിശോധിച്ച് അതിനുള്ള ആവശ്യമുള്ള വളങ്ങൾ, ഒന്നാമത് നമുക്കിവിടെ വളരെ കൃത്യമായ റിപ്പോർട്ടുകൾ കൊടുക്കുന്ന ലാബുകൾ തന്നെ വളരെ കുറവാണ്. നല്ല ലാബുകൾ, നല്ല രീതിയിലുള്ള പരീക്ഷണം, അതുപോലെ എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും, മണ്ണിൻ്റെ ജൈവാംശം, അത് ഈ വളങ്ങൾ മാത്രം പോരാ. മണ്ണിൻ്റെ പൊതയിടുന്നത് ഒരു പ്രധാന ഘടകം. സൂക്ഷ്മാണുജീവികളെ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. ക്രമീകരിക്കണം. അതിൻ്റെ സംവിധാനങ്ങൾ, മണ്ണിൻ്റെ ജീവനെ കടത്തുന്നത് അവിടെയാണ്. മണ്ണ് പൊതിയണം. മണ്ണിൽ വെയിലടിക്കരുത്, തലയിൽ വെയിലടിക്കണം. തലയിൽ വെയിലടിക്കണം, ചുവട്ടിൽ വെയിലടിക്കരുത്. അതാണ് ശരിയായ നിയമം. വെള്ളത്തിനും അതിൻ്റേതായ നിയമമുണ്ട്. വെള്ളം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം, എന്നാൽ കൂടുതൽ കൊടുക്കണ്ട, എല്ലാ ദിവസവും കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.